ഭൂമിയിൽ വലിയൊരു ദുരന്തമുണ്ടായി. ദുരന്തം എന്ന് വെച്ചാൽ മനുഷ്യനുണ്ടായതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. ലോകം മൊത്തം തകർന്ന് തരിപ്പണമായി കോടാനുകോടിക്കണക്കിന് മനുഷ്യർ മരണപ്പെട്ടു. സർവൈവ് ചെയ്തവരാവട്ടെ മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്നറിയാത്തൊരു കണ്ടീഷനിലും. അത്രയും നാൾ ഭൂമിയിൽ വിലയുണ്ടായിരുന്ന പല സാധനങ്ങൾക്കും വിലയില്ലാണ്ടായി. പണമൊന്നും ആർക്കും വേണ്ട. പണം, ഗോൾഡ്, ഡയമണ്ട്സ് ഇതിനൊന്നും യാതൊരു വിലയുമില്ല. സിസ്റ്റം മൊത്തം തകർന്ന് തരിപ്പണമായി. ഒരു ഗവേണിംഗ് ഫോഴ്സ് ഇല്ല. അല്ലെങ്കിലും ആഹാരം പോലും കിട്ടാത്ത കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ പണത്തിനൊക്കെ എന്തോന്ന് വില. ഈ അവസ്ഥയിലുള്ള ഭൂമിയിൽ ഒരാൾ ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തം നടത്തി. അതൊരു വൻ സംഭവമായിരുന്നു. ഒരു ഒന്നൊന്നര ഐറ്റമായിരുന്നു. അത് കാണാൻ വർക്കൗട്ട് ആയ മനുഷ്യൻ ഗോഡാണ്. ആ ലെവലുള്ള ഒരു കണ്ടുപിടുത്തം. ഒരു സൈഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മറ്റു സൈഡിൽ നമ്മുടെ ഹീറോ ഉണ്ട്, മാ ഡോങ് സോക്ക്. നമ്മുടെ ഡോൺ ലീ. പുള്ളി ചുമ്മാ ടെററാണ്. മനുഷ്യനെന്നോ മൃഗമൊന്നും ഒന്നുമില്ല. എതിർക്കാൻ വന്നോ തീർത്ത് കളയും. സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുന്നു കരുതുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് 2024 റിലീസായ ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ് എന്ന സിനിമയാണ്. പഠനത്തിന്റെ തുടക്കത്തിൽ പരീക്ഷണ വസ്തുക്കളായിട്ട് സയന്റിസ്റ്റുകൾ യൂസ് ചെയ്തു പോരുന്ന ചെറിയ പ്രാണികൾ, ചെറിയ ജീവികളെയൊക്കെയാണ് നമുക്ക് കാണിച്ചിരുന്നത്. ഇതൊക്കെ കണ്ടില്ലേ? ഇതിന്റെയൊക്കെ ശരീരം പാതി വെച്ച് മുറിഞ്ഞുപോയി. എന്നാലും തലയുടെ ഭാഗം ഒരു സൈഡിലേക്കും വാലിന്റെ ഭാഗം വേറൊരു സൈഡിലേക്കും പോകുന്നു. അതായത് ഇതൊക്കെ സെൽസ് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവികളാണ്. ഇതിന്റെയൊക്കെ വാലോ കയ്യോ കാലോ ഒക്കെ മുറിച്ച് കളഞ്ഞാലും അവയൊക്കെ പിന്നെയും വളർന്നു വരും. ഇവിടെ താണ്ട് ഇതേ ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനെ മറ്റൊരുത്തൻ തലക്കടിച്ച് ബോധം കെടുത്തിയിട്ടേക്കുന്നു. ഇയാളും ഇതേ ലാബിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയില്ല. ഈ പുള്ളി ഇപ്പോൾ ആകെ ഒരുമാതിരി തിരക്ക് പിടിച്ച് ഭയങ്കര തത്രപ്പാടിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ ഇങ്ങേറെ മകൾ എന്തോ മാറാരോഗം പിടിച്ച് കിടക്കുകയാണ്. അവൾ മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. കണ്ടീഷൻ വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും തന്റെ മകളെ വിട്ടുകൊടുക്കില്ലെന്നുള്ള വാശിയിലാണ് ഇങ്ങേര്. അവളെ മരിക്കാൻ സമ്മതിക്കില്ല. അത് കുറച്ച് കൂടുതലല്ലേ ചേട്ടാ? ഇത്ര മാരകമായിട്ടുള്ള രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ആരായാലും മരിച്ചു പോകും. അവരെ രക്ഷിക്കാൻ ഇപ്പൊ എന്താ വഴി എന്നാ കേട്ടോ, അങ്ങനെ ഒരു വഴിയുണ്ട്. ഈ പുള്ളിക്കാരൻ എന്തൊക്കെയോ മരുന്നെടുത്ത് അവളിൽ ഇഞ്ചെക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടേക്ക് ഇടിച്ചു കയറി വരുന്ന പോലീസുകാർ ഇങ്ങേരെ തടയുകയാണ്. ഡോക്ടർ വേണ്ട, അവിവേകം ഒന്നും കാണിക്കരുത്. അവളെ പോകാൻ അനുവദിക്കണം. നോ 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 പറ്റില്ല. എന്റെ മോളെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ. ഈ മരുന്ന് ഞാൻ എന്റെ സ്വന്തം ബോഡിയിൽ കുത്തിവെച്ച് ടെസ്റ്റ് ചെയ്തതാണ്. ഞാൻ ഓക്കെയാണ്, കണ്ടില്ലേ? നിങ്ങളോട് പറഞ്ഞ അവളുടെ അടുത്തൊന്ന് മാറി നിൽക്കാൻ. ഇതുവരെ ഓരോരോ പരീക്ഷണം എന്ന് പറഞ്ഞ് 100ഓളം ആളുകളെ നിങ്ങൾ കൊന്നു കളഞ്ഞ്. ഇനി ഇത് സമ്മതിച്ചു തരാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെ ഇതൊന്നും വകവെക്കാതെ ആ മരുന്ന് മകളുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലീസിന് ഇങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നു. ഉടനടി ഇവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു ഹോൾ ബിൽഡിംഗ് മൊത്തത്തിൽ കുലുങ്ങുന്നു. എന്താണെന്നാൽ ഭൂമി കുലുക്കം. അതും അതിതീവ്രതയിൽ. ആ ഏരിയയിലുണ്ടായിരുന്ന സകല ബിൽഡിങ്ങുകൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ തകർന്ന് തരിപ്പണമായി. ഇതിവിടെ മാത്രമല്ല, ഭൂമി മുഴുവൻ ഇങ്ങനെയാണ്. മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി. എല്ലാ ഏരിയയും നശിച്ചങ്ങ് അറ്റം പറ്റി. അങ്ങനെ നാളുകൾ പോകുന്നു. സർവൈവ് ചെയ്ത ആളുകൾ കൂട്ടം കൂട്ടമായി പലയിടത്തും ജീവിക്കാൻ തുടങ്ങി. പഴയ പോലെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ജീവിക്കാൻ പറ്റുന്ന മിനിമം സെറ്റപ്പ് പോലും ഇല്ല. ആകെ മൊത്തം തകർന്ന് നശിച്ച് കിടക്കുന്ന ഭൂമിയിൽ അവിടെ ഇവിടെയൊക്കെ കുറെ ഷെഡൊക്കെ നാട്ടി അങ്ങനെ ഒപ്പിച്ച് ജീവിച്ചു പോകുന്നു. ഇവനാണ് നമ്മുടെ നായകൻ 2, ചോയ് ജീവാൻ. നമുക്ക് ഇവനെ ജി എന്ന് വിളിക്കാം. ജി ഈ അമ്പും വില്ലൊക്കെ എടുത്തുകൊണ്ട് എങ്ങോട്ടാണെന്നോ വേട്ടയാടാൻ പോവാണ്. വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊക്കെ മാത്രമേ ഉള്ളൂ മാർഗം. പഴയ ആ ഒരു പ്രിമിറ്റീവ് കാലത്തിലേക്ക് പോയെന്നേ, മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അങ്ങനെയൊക്കെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ തേടിയ വള്ളി കാല് ചുറ്റി എന്നൊക്കെ പറയണ പോലെ ഒരു ചിമിട്ട മുതല, ഒരു വൻ മുതൽ ഇവന്റെ മുന്നിൽ പെട്ടു. ഒട്ടും സമയം കളഞ്ഞില്ല. ഇവൻ വില്ലിൽ തീ കത്തിച്ച് മുതലേക്ക് നേരെ ചെയ്തു. എന്താ ഉന്നം! കറക്റ്റ് അതിന്റെ കണ്ണിന്റെ പോർഷനിൽ തന്നെ ഇറങ്ങി. വേദന കാരണം പിടഞ്ഞു മുതലേ അവിടെ വീണപ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കേട്ടാ. അതിനെ കൊല്ലാൻ പറ്റില്ലോ എന്നുള്ള ആശ്വാസത്തിൽ മുന്നോട്ട് നടന്നു ചെന്നു. എന്നാൽ ലെവൻ ഡെഡ് ആയിട്ടില്ല. അവൻ നമ്മുടെ ജിക്ക് നേരെ ഓടിച്ചെന്ന് അടുത്ത് കിടന്നൊരു കാറിനകത്ത് കയറി. രക്ഷപ്പെടാൻ ഇപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല. കാറിനകത്ത് കയറിയിട്ട് രക്ഷയുണ്ടായില്ല. അതാണെങ്കിൽ കാറിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് അകത്ത് കയറി വരാൻ ശ്രമിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഹീറോ വരുന്നത്. ആ മുതലയുടെ വാലയെ പിടിച്ച് വലിച്ചെടുത്ത് അതിന്റെ തല അങ്ങ് വെട്ടിക്കളഞ്ഞു. നമ്മുടെ മെയിൻ ഹീറോ നാംസാൻ. ആളുടെ ഒരു കരുത്ത് കണ്ടില്ലേ? ഇത്രയും വലിയ മുതലയുടെ വാലയെ പിടിച്ച് വലിച്ചെടുത്ത് അതിന്റെ തല വെട്ടിക്കളയണം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? ഇങ്ങർക്ക് പറ്റി. ഇങ്ങേര് പിന്നെ മനുഷ്യനല്ലല്ലോ, മനുഷ്യൻ അൾട്രാ പ്രോ മാക്സ്. കൃത്യസമയത്ത് നാം ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ ജി രക്ഷപ്പെട്ടു. തുടർന്ന് രണ്ടുപേരും ഈ മുതലേയും തൂക്കിയെടുത്ത് ഇവരുടെ ആളുകളൊക്കെ താമസിക്കുന്ന അവിടെ ചെന്ന് ഓരോരോ ആളുകളിൽ നിന്നും ഇവർക്ക് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങൾ വാങ്ങി അതിന് പകരം ഈ മുതലയുടെ പീസ് വെട്ടി കീറി അവർക്ക് കഴിക്കാൻ കൊടുക്കും. പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു ബാർട്ടർ സിസ്റ്റം ഇല്ലേ, അതുപോലെയൊക്കെ തന്നെ. ഇവളാണ് നമ്മുടെ കഥാനായിക സൂന. നമുക്ക് അവളെ സൂ എന്ന് വിളിക്കാം. അവളുടെ മുത്തശ്ശിയോടൊപ്പം ഈ ഒരു സെറ്റപ്പിൽ, ഈ ഒരു ഷെഡ് പോലെയുള്ള ഈ സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. എർത്ത്ക്വേക്കിന് ശേഷം ഭൂമിയിലെ ജീവിതം നരകപൂർണ്ണമാണെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ഓരോ ദിവസവും ഇവർ തള്ളി നീക്കുന്നത്. വൃത്തിയുള്ള വെള്ളം പോലും കിട്ടാനില്ല. ഇവരെല്ലാവരും കൂടി ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്ത ഒരു വാട്ടർ പ്യൂരിഫയറിനകത്ത് ഇവരുടെ പക്കലുള്ള പഴയ വെള്ളം കൊണ്ടൊഴിച്ച് അത് പ്യൂരിഫൈ ചെയ്തെടുത്താണ് ഇവർ കുടിക്കുന്നത്. ഭൂമി ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം സർവൈവ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ ചേർന്ന് ഗ്യാങ് ഒക്കെ ഫോം ചെയ്ത് മറ്റാളുകളെ ആക്രമിക്കുകയും അവരുടെ സാധനങ്ങൾ പിടിച്ചു പറിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ജീവിക്കുന്ന ഈ സ്ഥലം വിട്ട് പുറത്തു പോകാൻ നമ്മുടെ സൂ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നാമത് അവളുടെ മുത്തശ്ശി, പുള്ളിക്കാരിക്ക് നടക്കാൻ പോലും പറ്റാത്ത പ്രായം, കാലുവേദന, മുട്ടുവേദന, ആകെമൊത്തം സീനാണ്. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുത്തശ്ശി പറയുന്ന എന്ത് കാര്യവും സൂ ചെയ്തു കൊടുക്കും. എന്നാൽ പുറത്തു പോകാൻ മാത്രം പറയല്ലേ. പുറത്തുള്ള ആളുകളൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മളെ ആക്രമിച്ചേക്കാം, കൊന്നേക്കാം. അതുകൊണ്ട് പുറത്തു പോകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ടെന്നാണ് സൂ പറയുന്നത്. നമ്മുടെ ഹീറോസ് നാമിനും ജിക്കും ഇവളെ ഭയങ്കര കാര്യമാണ്. ഒരു പാവം കൊച്ചാണെന്നേ. പിന്നെ ജിക്ക് ഇവളെ ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും പറയാനൊരു അവസരം കിട്ടിയാൽ പറയും എന്നുള്ളൊരു മൂഡിലാണ്. ഇവന്മാർ ഇവിടെ മുതലേനെ വെട്ടിക്കീറി ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായി ഇവിടെയുള്ളവരെ ബൂട്ട്സും തലവെക്കുന്ന തൊപ്പിയും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവർക്ക് കൊടുക്കും. ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ വാങ്ങും, അതിന് പകരം മുതലേ കൊടുക്കും. ഈ പുള്ളിക്കാരിയാണ് ഇവിടുത്തെ മെയിൻ എൽപി. ആ ഒരു സെറ്റപ്പ് തന്നെ കണ്ടില്ലേ? മുതലിറച്ചിക്ക്
പകരം ഗോൾഡ് കൊടുക്കാമെന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ഗോൾഡൊക്കെ ആർക്ക് വേണം? ഈ ലോകത്ത് ആർക്കും ഗോൾഡ് വേണ്ട, അതിനൊന്നും വിലയില്ല. ഇപ്പം ഇതിനൊക്കെ വിലയില്ലെന്നല്ലേ ഉള്ളൂ. കുറച്ച് കാലം കഴിയുമ്പോൾ ലോകം പഴയ പോലെ ആവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹയ്യടാ, ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ലോകത്താണോ? ഇതൊന്നും പഴയ പോലെ ആകാൻ പോകുന്നില്ല. ഭൂമി ഇങ്ങനെയൊക്കെ ആയിട്ട് 3 വർഷമായി. ഇനിയും എല്ലാം പഴയ പോലെ ആവുമെന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾക്ക് ഗോൾഡ് എടുക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു നമ്മുടെ ജി. ശരി പോട്ടെ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇതാ ഈ പാമ്പിനെ വെച്ചോ. ചെറിയൊരു പാമ്പ്. അവരുടെ അടുത്തൊന്നും പ്രതിഫലമായിട്ടൊന്നും വാങ്ങുന്നില്ലെങ്കിലും അതിനെ ഞാൻ കൊടുത്തു. വിശപ്പ് കാരണം വന്നതല്ലേ, കൊണ്ട് തിന്നിട്ട്. അതിന് അവളുടെ റിയാക്ഷൻ, നമ്മുടെ നാമിന് ഒരുമാതിരി നോട്ടം. ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല ആരോഗ്യവും ധൈര്യവും ഒക്കെ ഉള്ളൊരുത്തനാണ് നാം. ഇവനെ വളച്ച് പോക്കറ്റിലാക്കി അവളുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുമല്ലോ, അതാണ് ഉദ്ദേശം. അവനാണെങ്കിൽ ഇവളുടെ നോട്ടമൊക്കെ കാണുമ്പോൾ ഛർദ്ദിക്കാനാണ് തോന്നുന്നത്. എത്ര അവോയ്ഡ് ചെയ്താലും ചെറഞ്ഞു നോക്കി അങ്ങനെ നിൽക്കും. എപ്പോഴെങ്കിലും അവനൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ. ദെൻ സൂവും മുത്തശ്ശിയും വന്നു. അവരൊരു ബ്ലാങ്കറ്റും കൊടുക്കുന്നുണ്ട്, സൂ വരച്ച ചിത്രവും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ നാം ഒരു മാനിനെ വേട്ടയാടുന്നതായിട്ടാണ് അവൾ വരച്ചിരിക്കുന്നത്. അതെ, നമ്മളിവിടെ വേട്ടയാടാറുണ്ട് കേട്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നാൽ കൊള്ളാം. പാവം അസൂയ കൊണ്ട് പറഞ്ഞു പോയതാ. സൂവിനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കാൻ പെടാപ്പാടുപെടുന്നുണ്ട്. ഇന്നലെ നടേ പുറത്തുള്ള ഒരു ഗ്യാങ് ഈ ഗ്രാമത്തിലേക്ക് ഇടിച്ചു കയറി വന്നു. ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണ്. ഇതുപോലെ പലയിടത്തും പോയി കൊള്ളയടിക്കുന്ന ഒരു ടീമാണ്. ഇവിടെയും വന്ന ആളുകളെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. കൂട്ടത്തിൽ സൂവിനെയും അവളുടെ മുത്തശ്ശിയും ത്രട്ടൺ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ ഇടപെട്ടു. പിന്നെ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാന്ന് പ്രത്യേകം പറയണ്ടല്ലോ. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവന്മാരടങ്ങി. ഇവന്മാർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം കുപ്പിയും അതിൽ ക്ലീൻ വാട്ടറും ഉണ്ടായിരുന്നു. അഴുക്ക് വാട്ടർ പ്യൂരിഫൈ ചെയ്തെടുത്ത് വീണ്ടും ഉപയോഗിക്കുന്ന അങ്ങനത്തെ സെറ്റപ്പ് അല്ല. ഇത് നല്ല ക്ലീൻ വാട്ടർ, നല്ല ശുദ്ധജലം. ഇവിടെ ഇവർ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന വെള്ളവും ഇവന്മാരുടെ പക്കലുള്ള വെള്ളവും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവർ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന വെള്ളം ഇത്ര അങ്ങോട്ട് ക്ലിയർ ആവത്തില്ല. ഈ വെള്ളം ഇവന്മാർക്ക് ഏതോ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നാണ് അത്ര കിട്ടുന്നത്. ദൂരെയുള്ള അപ്പാർട്ട്മെന്റ്, അവിടെ നല്ല ക്ലീൻ വാട്ടർ ഒക്കെ കിട്ടുമെന്ന്. ഇവിടെ നമ്മുടെ ഹീറോ ഈ കൂട്ടത്തിലുള്ള ഒറ്റയൊരുത്തനെ ഈ പ്രദേശത്ത് കണ്ടുപോയിക്കരുതെന്ന് പറഞ്ഞു വാണിംഗും കൊടുത്ത് പറഞ്ഞു വിട്ടു. അടികൊണ്ട് അവന്മാരൊക്കെ പേടിച്ചോടിപ്പോയി. എന്നാ ഇവിടെ ഒരുത്തി ഇപ്പോഴും ഒലിപ്പിച്ചോണ്ടിരിക്കുന്നു. നാം ഒന്ന് നോക്കൂന്നേ, പാമ്പിനൊക്കെ എന്താ മണം. ദെൻ ഇതിനൊക്കെ ശേഷം കുറേ സമയം കഴിഞ്ഞ് നമ്മുടെ സൂവും മുത്തശ്ശിയും താമസിക്കുന്ന അവിടേക്ക് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള കുറേ ആളുകൾ വരുന്നുണ്ട്. പുറത്തുനിന്ന ആളുകളാണ്. ഇവരാരാണ്, എന്താണ് സംഭവം എന്നൊക്കെ അറിയാനായിട്ട് നാമും ജിയും കാര്യം തിരക്കുന്നു. ഈ കൂട്ടത്തിന്റെ ലീഡർ ദേ ഈ പുള്ളിക്കാരിയാണ്. ഇവരൊരു ടീച്ചറാണ്. സിയോളിൽ ഇവരൊരു സേഫ് ഹെവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്രേ. എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന സെറ്റപ്പിലുള്ള ഒരു അപ്പാർട്ട്മെന്റ്. അവിടെ ഇപ്പോൾ ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട്. ആ അപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ സൂവിനെ ഇവർ സെലക്ട് ചെയ്തെന്നാണ് പറയുന്നത്. കാരണം 20 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യണം, അവരാണ് ഭാവി, അവരെ നന്നായിട്ട് വളർത്താൻ പറ്റണം എന്നൊക്കെയുള്ള ന്യായീകരണം പറഞ്ഞിട്ടാണ് നമ്മുടെ സൂവിനെ സെലക്ട് ചെയ്യുന്നത്. സൂവിന് 10-18 വയസ്സാവുന്നേ ഉള്ളൂ. ഇവൾക്കും ഇവളുടെ മുത്തശ്ശിക്കും ആ ഒരു അപ്പാർട്ട്മെന്റിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. വലിയ പ്രൊട്ടക്ഷനുള്ള സ്ഥലമാണ്. അവർക്കായിട്ട് മിലിറ്ററി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നല്ല ഭക്ഷണം കിട്ടും, ശുദ്ധജലം കിട്ടും. ആഫ്റ്റർ ഓൾ സൂവിന്റെ മുത്തശ്ശി സേഫ് ആയിരിക്കും. പുള്ളിക്കാരിയുടെ ബാക്കിയുള്ള ജീവിതം അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമ്മുടെ സൂ മുത്തശ്ശിയും അപ്പാർട്ട്മെന്റിലേക്ക് മാറാൻ തീരുമാനിച്ചു. നമ്മുടെ നാമിനെയും ജിയെയും ഒക്കെ വിട്ടുപോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ഇപ്പൊ അതൊന്നും ആലോചിച്ച് നിൽക്കേണ്ട സമയമല്ലല്ലോ. ഇവർ പോകുന്നതിന് മുമ്പ് ജി നമ്മുടെ സൂവിന് ഒരു തൊപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും സേഫ് ആയിട്ട് പോകും, ഇടയ്ക്ക് ഞാൻ വന്ന് കണ്ടോളാം, ഞങ്ങൾ ടൈം കിട്ടുമ്പോൾ നിങ്ങളെ അപ്പാർട്ട്മെന്റിൽ വന്ന് മീറ്റ് ചെയ്തോളാമെന്ന് നമ്മുടെ നാമും ജിയും രണ്ടാളും പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ സൂ ജിക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അവനെ ഇവള് വരച്ചിട്ടുണ്ടായിരുന്നു, അവൻ അമ്പ് ചെയ്യാൻ നിൽക്കുന്ന പോലെ. അത് കണ്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് അവൾ ഇവന് കൊടുത്ത ഗിഫ്റ്റാണ്. ഇതേ ഇവിടെ കാണാൻ പറ്റുന്ന ഈ പടങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ സൂ നാമിന് കൊടുത്ത സമ്മാനങ്ങളാണ്. ഒരെണ്ണം ജിക്കും കിട്ടി. അതും ഫുള്ള് കംപ്ലീറ്റഡ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ച് വെച്ചിട്ടേ ഉള്ളൂ. എന്നാലും അതുകൊണ്ട് അവൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നാം സൂ ഈ പടം നിന്നപ്പോൾ നിങ്ങൾ അവളെ ശ്രദ്ധിച്ചായിരുന്നു? അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നില്ലേ? നോ, ഒരിക്കലുമില്ല. പോയി കിടന്ന് ഉറങ്ങടെ ഇറക്കാം. അവന്റെ ഓരോരോ ഫാന്റസി. 3 വർഷം മുമ്പുണ്ടായ ആ വലിയ ഭൂമികുലുക്കത്തിൽ നമ്മുടെ നാമിന്റെ മകളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതാണ്. അന്ന് ഇദ്ദേഹത്തിന് സ്വന്തം മകളെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇത്രയും നാൾ സൂവിനെ ഇദ്ദേഹം സ്വന്തം മകളെ പോലെയാണ് കരുതിയത്. ഏതാണ്ടൊക്കെ അവർ സിമിലർ ആണ്. കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെ, പെരുമാറ്റത്തിലും അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പെരുമാറ്റം. ഇദ്ദേഹത്തിന് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അവളുടെ ശിഷ്ടകാലം സന്തോഷത്തോടെ ജീവിക്കുമല്ലോ, ആ അപ്പാർട്ട്മെന്റിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ഇവരും. ഇതിനിടെ ജി കുറെ ഐഡിയയും കൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ നാം മറ്റേ പുള്ളിക്കാരി ഉണ്ടല്ലോ, ഓർണമെന്റ്സും കൊണ്ട് വന്ന ആ പുള്ളിക്കാരിനെ അങ്ങ് വിവാഹം ചെയ്യാൻ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ജിയെ ഇവരുടെ മകനായിട്ട് ദത്തെടുക്കണമെന്ന്. ഇവനും ഏതാണ്ട് 20 വയസ്സിനകത്താണ് പ്രായം. എന്നിട്ട് ഇവരൊരു കുടുംബമായിട്ട് നേരെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് അവിടെ താമസിക്കാൻ പറ്റും. 20 വയസ്സായ കുട്ടി ഉണ്ടെങ്കിൽ കുടുംബത്തിന് മൊത്തം അവിടെ താമസിക്കാൻ പറ്റുമല്ലോ. ഡാ മിണ്ടാതിരുന്നോണം അവിടെ. ലോകം അവസാനിച്ചെങ്കിലും എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവന്റെ ഒരു ഐഡിയ കുപ്പിയെടുത്ത് തലമുണ്ട കടിച്ചു തരും. അറ്റ് ദ സെയിം ടൈം ടീച്ചറും അവരുടെ ആളുകളും നമ്മുടെ സൂനെയും മുത്തശ്ശിയും അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. കൂടുതൽ റീജിയൻസിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇവരോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് വിഘടിച്ചാണല്ലോ ആളുകളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്നും 20 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവരെയും അവരുടെ പേരൻസിനെയും ഒക്കെ അപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുകയാണ്. കുറേ ആളുകൾ ഇവരോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സൂവിന് ഇക്കൂട്ടത്തിൽ നിന്നൊരു കൂട്ടുകാരെയും കിട്ടി, ലീ ജൂയെ. ലീ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ഇത്രയും ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന അവർക്ക് ക്ലീൻ വാട്ടർ കിട്ടുമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നല്ല സ്ഥലത്ത് തങ്ങളുടെ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷനിൽ. അങ്ങനെ കുറേ കൂടെ നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ സൂവിന്റെ മുത്തശ്ശിക്ക് നടക്കാൻ വയ്യാണ്ടായി. പ്രായമായ മുത്തശ്ശിയല്ലേ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നടക്കാനൊന്നും പറ്റുന്നില്ല. ഇക്കൂട്ടത്തിലുള്ള ഇവരെ പോലെ തന്നെ പ്രായമായ ഒരു മുത്തശ്ശനും ഇതുപോലെ തന്നെ നടക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ആയതിനാൽ അവരെ രണ്ടുപേരെയും അടുത്തുള്ള ഒരു ഫെസിലിറ്റിയിലേക്ക് മാറ്റാം, ഇവിടെ അടുത്തൊരു
അടുത്തൊരു ഫെസിലിറ്റി ഉണ്ട്, അങ്ങോട്ട് മാറ്റി അവർക്ക് വേണ്ട ചികിത്സയൊക്കെ കഴിഞ്ഞ് അവരെ കൊണ്ടുവരാമെന്നാണ് ഇവർ പറയുന്നത്. സു ആലോചിക്കുമ്പോൾ അതാണ് ശരിയായിട്ടുള്ള തീരുമാനം. ഒട്ടും നടക്കാൻ മേലാത്ത മുത്തശ്ശിയും കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. അവരുടെ കൂടെ പോയാൽ അത്യാവശ്യം മെഡിസിൻ എങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ നമ്മുടെ സുവിന്റെ മുത്തശ്ശിയെയും വേറൊരു മുത്തശ്ശിനെയും അവർ വേറൊരു സ്ഥലത്തേക്ക് വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. ബാക്കിയുള്ളവർ അവരുടെ യാത്ര തുടരുന്നു. അങ്ങനെ കുറച്ചുകൂടെ നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് നടക്കേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് വണ്ടിയിൽ കയറി അപ്പാർട്ട്മെന്റിൽ പോകാമല്ലോ. ഇത്രയും അടുത്ത് വാഹനങ്ങൾ ഉണ്ടായിട്ട് തന്റെ മുത്തശ്ശി എന്തിനാണ് ആ ഡയറക്ഷനിലോട്ട് പറഞ്ഞു വിട്ടതെന്ന് നമ്മുടെ സു ഇവിടെ ചോദിക്കുന്നുണ്ട്. അതിന് ടീച്ചർ പറയുന്നതോ മുത്തശ്ശിക്ക് ആകെ വയ്യാത്തൊരു കണ്ടീഷൻ ആയിരുന്നില്ലേ, അവർക്ക് വേണ്ട മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് നാളെ തന്നെ അവരെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാം, ഉറപ്പായും അവരെ പിക്ക് ചെയ്യാൻ നമ്മളൊരു വണ്ടി അയക്കും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇവിടെ വെച്ച് നമ്മുടെ സു മറ്റൊരു കാര്യം കൂടി എടുത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരെ പിക്ക് ചെയ്യാൻ വാഹനങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരു ജനറൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ ചെവിയുടെ പുറകു വശത്തായിട്ട് എന്തോ ഒരു വല്ലാത്ത പോലെ ശരീരത്തിനുള്ളിലിരിക്കേണ്ട ദശയൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ. ചില ആളുകളുടെ കേസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. കയ്യിലൊക്കെ ചിലർക്ക് 6 വിരൽ കാണും, 5 വിരൽ കൂടാതെ ഒരു വിരലും കൂടെ എക്സ്ട്രാ ഉണ്ടായിട്ടുണ്ടാവും. ബേസിക്കലി ഒരേ കുടുംബത്തിലുള്ള ആളുകളെ തന്നെ വിവാഹം ചെയ്യുമ്പോൾ മുറച്ചർക്കൻ മുറപ്പെണ്ണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാവുന്ന കുട്ടികൾക്കാണ് ഇങ്ങനെ സംഭവിക്കുക. ഇദ്ദേഹം ഇനി അങ്ങനെയുള്ള വല്ല കുട്ടിയാണോ എന്നുള്ള കാര്യം അറിയില്ല. എന്തോ ഇത് കുറച്ചധികം വിയേർഡായിട്ടുള്ള രീതിയിലാണ് ആ ഒരു മാർക്ക് വന്നേക്കുന്നത്. ഇതേസമയം മുത്തശ്ശിനെയും കൊണ്ട് മെഡിക്കൽ ഫെസിലിറ്റി ലക്ഷ്യമാക്കി പോയ ആളുകൾ ആകെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് വലിയൊരു കുഴിയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ചെല്ലുന്നത്. ഇതെന്താ ഇവിടെ എവിടെ മെഡിക്കൽ ഫെസിലിറ്റി എവിടെ? അങ്ങനെ പിടിച്ച കുഴിയിലോട്ട് തള്ളിയിട്ട് കൊന്നു കളഞ്ഞു. സുവിന്റെ മുത്തശ്ശിയുടെ പുറത്ത് കുത്തി അവരെയും കൊല്ലുന്നു. കറക്റ്റ് ഈ സമയത്ത് നമ്മുടെ ജിയും നാമും ഇതേ ലൊക്കേഷനിൽ വരുന്നുണ്ട്. ഇവരെന്താ ഇവിടെ നിന്നല്ലേ? ഇവർ വേട്ടയാടാൻ വേണ്ടി വന്നതാണ്. രാത്രി സമയത്തൊക്കെ ആകുമ്പോൾ മൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങുമല്ലോ. മൃഗങ്ങളെ ലക്ഷ്യമാക്കി വന്ന് ഇവർ കാണുന്നത് ഇതാണ്. സുവിന്റെ മുത്തശ്ശിയെ അവർ കുത്തിക്കൊന്നിട്ടേക്കുന്നു. പിന്നെ അങ്ങോട്ട് വെടി അടി ബഹളം ആകെ മൊത്തം സീൻ. നമ്മുടെ നാം അങ്ങോട്ട് വന്ന് ആ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ നെഞ്ചത്തോട് അമ്പ് കുത്തിയിറക്കി. എന്നാൽ നെഞ്ചിലൂടെ അമ്പ് കുത്തിയിറങ്ങിയിട്ടും അവന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ലെന്നേ. അവൻ എന്താ എഴുന്നേറ്റ് വരുന്നു. ഇവന്റെയൊക്കെ ശരീരം മുറിഞ്ഞാൽ ഇവനൊന്നും ഒരു ഫീലും ഇല്ല. കത്തി കുത്തി ഇറക്കിയാലും അമ്പ് കുത്തി ഇറക്കിയാലും ഇവന്മാരത് വലിച്ചൂരി അതേ ആയുധം ഉപയോഗിച്ച് ഇവരെ തിരിച്ചാക്രമിക്കുന്നു. എന്തൊരു മനുഷ്യരാണ് ഇവര്, വേദന എടുക്കില്ലേ? അവന്റെയൊക്കെ കൈയും കാലും വെട്ടിക്കളഞ്ഞാൽ പോലും അവർക്കൊരു പ്രശ്നവുമില്ല. അവന്മാർ പിന്നെയും ഫൈറ്റ് ചെയ്യുന്നു. ഇവൻ അതിലൊരുത്തന്റെ കാല് ഒരു ട്രാപ്പിൽ കുടുങ്ങി പോകുന്നുണ്ട്. ഇവന്മാർ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി വെച്ചിരുന്ന ട്രാപ്പാണ്. അതിൽ അവൻ ചെന്ന് വെട്ടു. അപ്പോൾ താണ്ടെ അവൻ ഒരു മടിയും കൂടാതെ അവന്റെ സ്വന്തം കാല് മുറിച്ച് കളഞ്ഞേക്കുന്നു. ഇതെന്തോന്ന് ജീവികൾ ഇത്? ഇവന്മാരെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് കരുതി ഒരുമാതിരി അത്ഭുതപ്പെട്ട് പണ്ടാറടങ്ങിയിരിക്കുമ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ട് വന്ന് നമ്മുടെ ജിയെ അറ്റാക്ക് ചെയ്ത് അവനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരുത്തനെ പിടിച്ചടിച്ച് അവനെ തറയിലിട്ട് അവന്റെ തലയിൽ കുത്തി. നാമിനെ പുറകെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വന്ന അവന്റെ കഴുത്ത് ലക്ഷ്യമാക്കി അവളൊരു കത്തി എറിയുന്നുണ്ട്. കിട്ടിയ വാക്കിന് നാം ആ കത്തി പിടിച്ച് അവന്റെ തല അങ്ങ് അറുത്തെടുത്തു. ഇപ്പോൾ ഓക്കെ, ഉമാർക്ക് രണ്ടുപേർക്കും അനക്കമില്ല. തല പോയതോടെ രണ്ടുപേരും ശരിക്കും അവസാനിച്ചു. മരിച്ചു. ഇവനൊക്കെ മനുഷ്യനാണെങ്കിലല്ലേ മരിച്ചു എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. സു അപകടത്തിലാണെന്ന് ഇവർക്ക് മനസ്സിലായി. അവളെ രക്ഷിക്കാൻ പോകണം. എന്നാൽ സുവിന്റെ മുത്തശ്ശി ഇവിടെ മരിച്ചു കിടക്കുമല്ലേ, അവരെ ഇങ്ങനെയും കിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവരുടെ ബോഡി എടുത്ത് ഇവർ അടക്കം ചെയ്യുന്നുണ്ട്. ഇവരെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയ ഫ്യൂണറൽ സെറ്റപ്പ്. ദെൻ ഇവരെ സഹായിച്ച് ആ സ്ത്രീയോട് സംസാരിക്കുന്നു. പുള്ളിക്കാരിക്ക് ഈ വക കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇവരെ സഹായിച്ചത്. കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നവരുടെ തല ലക്ഷ്യമാക്കി തന്നെ ആക്രമിച്ചത് അതുകൊണ്ടാണല്ലോ. ഇവളുടെ പേരാണ് യൂൺഹോ, ലീ യൂൺഹോ. കൊറിയൻ എയർഫോഴ്സിലെ ഒരു സർജന്റ് ആണ്. ആയിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് ആ വലിയ ഭൂചലനം ഉണ്ടായി ഭൂമി മൊത്തം തകർന്ന് തരിപ്പണമായി പോയപ്പോൾ ഇവരുടെ ഒരു ടീം മാത്രം ഹെലികോപ്റ്ററിൽ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രം ആ ടീമിന് രക്ഷപ്പെടാൻ സാധിച്ചു. ആകെ മൊത്തം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന കൊറിയയിൽ, എല്ലാ ബിൽഡിങ്ങിലും ഇടിഞ്ഞു വീണ കൊറിയയിൽ ഒരേ ഒരു ബിൽഡിംഗ് മാത്രം, ഒരൊറ്റ അപ്പാർട്ട്മെന്റ് മാത്രം നശിക്കാതെ അങ്ങനെ നിൽക്കുന്നത് ഇവർ കണ്ടെത്തി. ഈ ഒരു അപ്പാർട്ട്മെന്റിന് അടുത്തുള്ള സർവൈവ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ താമസിപ്പിക്കാം എന്നുള്ള പ്ലാനിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരു ഡോക്ടർ വരുന്നത്. വേറെ ആരുമല്ല, നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ഡോക്ടർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സ്യൂട്ട് കേസും കൊണ്ട് അങ്ങോട്ട് വന്നു. ഡോക്ടർ അങ്ങോട്ട് വന്നത് എന്തുകൊണ്ട് നന്നായി. ഇവർക്കിപ്പോൾ ആ ഡോക്ടറിന്റെ സഹായം വേണം. സർവൈവ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഏത് കണ്ടീഷനിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സോ ഡോക്ടറിനെയും അവർ ടീമിന്റെ ഭാഗമാക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു അപ്പാർട്ട്മെന്റിനുള്ളിലായിട്ടൊരു സിസ്റ്റം, അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്ത് സർവൈവ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് വീണ്ടും പഴയ പോലെ ഭൂമിയാക്കി എടുക്കാനായിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ്, വളരെ ചെറിയ സ്റ്റെപ്പ് വെച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കും ഒരിക്കൽ സർവൈവ് ചെയ്ത കുറച്ച് ആളുകൾ നമ്മുടെ യൂൺഹോയ്ക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ജീവിക്കുന്ന കുറച്ച് ആളുകളുടെ മക്കൾ ഈ ഡോക്ടറിനെ കാണാൻ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്നാൽ അവർ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. തങ്ങളുടെ മക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. യൂൺഹോ ഈ കാര്യങ്ങൾ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ, അല്ല അതൊന്നുമില്ല, അത് നിങ്ങൾ മൈൻഡ് ആക്കാതിരുന്നാൽ മതി, നമ്മളെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യല്ലേ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്തെന്ന്? ആ പിള്ളേരെന്തി, അവർക്ക് എന്താ പറ്റി? സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ യൂൺഹോയ്ക്ക് ഒഴികെ ഇവളുടെ ടീമിലുള്ള മറ്റ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഇങ്ങനെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയായിരുന്നു. അത് പിന്നെ യൂൺഹോ, നമ്മുടെ ലോകം ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടേ നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നും പറഞ്ഞ് ഇവരുടെ ടീമിലെ ഒരുത്തനെ തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞിരിക്കുന്നു. എന്താ ഇത്, നമ്മുടെ ടീമിലെ ഒരാളെ തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നോ, നീ എന്താ അങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് യൂൺഹോ കലിപ്പിക്കുമ്പോൾ ആ വെടി കൊണ്ട് മരിച്ചു പോയാനുണ്ടല്ലോ, അവൻ എന്താ എഴുന്നേറ്റ് വരുന്നു. കണ്ടില്ലേ, ഇതാണ് ഫ്യൂച്ചർ, നമുക്കെല്ലാം ഇമ്മോർട്ടൽ ആവാൻ പറ്റും. ഡോക്ടർ അതിന്റെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. അതിന് ചെറിയ ചില സാക്രിഫൈസസ് ഒക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ ഞാൻ കണ്ണടച്ചേക്ക്. യൂൺഹോ, എന്നെ നോക്ക്, എന്നെ പോലെ ഒരാൾ ഇത്ര വലിയ ഭൂമികൾക്ക് എങ്ങനെ രക്ഷപ്പെട്ടു? ഈവൻ വെള്ളം പോലും കുടിക്കാതെ എത്ര നാൾ വേണമെങ്കിലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നിന്റെ ടീമിലുള്ള ഇവർക്കെല്ലാം പറ്റും. നിനക്കും ഈ ഭാഗ്യം വേണോ? വേണ്ടേ വേണ്ട, ഇവൾക്ക് ഈ ഭാഗ്യം വേണ്ട. പാവപ്പെട്ട പിള്ളേരെ എന്തൊക്കെയോ ചെയ്ത് ഇല്ലാണ്ടാക്കിയിട്ട് ഉമ്മാരെല്ലാം ഇമ്മോർട്ടലായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? ഡോക്ടറിനെയും എയർഫോഴ്സ് ടീമിലെ മറ്റു മെമ്പേഴ്സിനെയും അടിച്ചും ചവിട്ടിയും താഴെയിട്ട് ഒരു വിധത്തിൽ ഇവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവരൊക്കെ ഇങ്ങനെ ഇമ്മോർട്ടലായി മാറുന്നത് 20 വയസ്സിന് താഴെ പ്രായമുള്ള പിള്ളേരെ യൂസ് ചെയ്താണ്. അവരെ അവർ കൊല്ലുവാണോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് നടത്താണോ ഒന്നും അറിയത്തില്ല. എന്തായാലും കൊച്ചു കുട്ടികളൊക്കെ നരകിപ്പിച്ചിട്ടാണ് ഉമ്മാരൊക്കെ ഇങ്ങനെ ഇമ്മോർട്ടലായിട്ട് ജീവിക്കുന്നത്. ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് വെറും ലാബ്രാറ്റ്സ് ആയിട്ടാണ് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന 20 വയസ്സിന് താഴെയുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച്, അങ്ങനെയുള്ള കുട്ടികളെ തിരഞ്ഞു
പിടിച്ച് അവർ കൊണ്ടുപോകുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ നാം അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ പോയി എല്ലാവരെയും അങ്ങ് രക്ഷപ്പെടുത്തിയേക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് അല്ല, ഒരേ ഒരാൾക്ക് വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. സൂവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോകുന്നു. അറ്റ് ദ സെയിം ടൈം ടീച്ചർ നമ്മുടെ ഹീറോയിൻ സൂവും അതേപോലെ തന്നെ അവർ കണ്ടെത്തി 20 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ട് അപ്പാർട്ട്മെന്റിൽ ചെന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നു. മുഴുവൻ സോളാർ പവറിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവർക്കും ഇവരുടെ ഫാമിലിക്കും ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സ്കൂൾ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പേരൻസിന് സ്വസ്ഥമായിട്ട് ആരെയും പേടിക്കാതെ വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. ദെൻ ഡോക്ടർ വന്ന് ഇവരോട് സംസാരിക്കുന്നു. പുള്ളി വരുമ്പോൾ ചുറ്റുമുള്ള ആളുകളൊക്കെ പുള്ളിയോട് ഭയങ്കര റെസ്പെക്ട് ഉള്ള മാതിരി, പുള്ളി എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രസന്റേഷൻ സെറ്റപ്പ് ഒക്കെ. ഈ ബിസിനസ് മീറ്റിങ്ങുകളിലൊക്കെ ഇമാതിരി ചില ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവരുടെ ആളുകൾ നമ്മളോട് അയാൾ വലിയ സംഭവമാണ്, തീയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു വെക്കും. അതല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളൊക്കെ അവരോട് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്ട് കാണിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവർ റെസ്പെക്ട് തോന്നി പോകും, അല്ലെങ്കിൽ നമ്മളങ്ങനെ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത മനുഷ്യനായിരിക്കും, നല്ല ഒന്നാന്തരം ഉഡായിപ്പായിരിക്കും ഇവനൊക്കെ. എന്നാൽ നമ്മൾ അറിയാതെ നമ്മൾ അയാൾക്ക് വില കൊടുത്തു പോകും. ഇതേമാതിരി ഒരു സെറ്റപ്പിലാണ് ഇവിടെ ഡോക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഇതേ നോക്ക്, നമ്മളെല്ലാവരും ഇവിടെ ഫ്രീ ആണ്. പുറത്ത് നിങ്ങൾ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടൊക്കെ മറന്നേക്ക്. ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. നല്ല ഭക്ഷണം, നല്ല വെള്ളം, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വെള്ളം കൊടുത്തേ. കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നിങ്ങൾ ഫ്രഷ് വാട്ടർ കുടിക്കാൻ പോകുന്നത്. ഇനി ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് ആക്രമിക്കാൻ വരത്തില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞൊരു വൻ സ്പീച്ച്. വന്നവരെല്ലാം ഭയങ്കര എക്സൈറ്റഡ്. നമ്മുടെ സൂ മാത്രം അവളുടെ മുത്തശ്ശിയെ പറ്റി ഓർത്ത് അങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശി ഇപ്പോൾ എവിടെയായിരിക്കും? പ്രശ്നങ്ങളൊക്കെ മാറിക്കാണുമോ? കാലമൊക്കെ ആയി കാണുമോ? ഇങ്ങോട്ട് എപ്പോഴാണ് വരിക? മുത്തശ്ശിക്ക് വേണ്ടി എക്സ്ട്രാ 1 കുപ്പി വെള്ളം ചോദിച്ചു വാങ്ങുന്നുണ്ട്. 2 കുപ്പി വെള്ളം വാങ്ങിയെങ്കിലും ഇവൾ ഉടനെ കുടിക്കുന്നില്ല. മുത്തശ്ശിയും കൂടെ വന്നിട്ട് രണ്ടുപേർക്ക് ഒരുമിച്ച് കുടിക്കാമെന്നുള്ള രീതിയിലായിരിക്കാം. ഇവൾ കലോ ചെയ്ത് കൊടുത്ത റൂമിനകത്ത് കയറി. ദോഷം പറയരുതല്ലോ, റൂമൊക്കെ വൻ സെറ്റപ്പാണ്. ഫ്രഷ് വാട്ടർ, ഫ്രഷ് പ്ലാന്റ്സ്, ഫ്രഷ് വെജിറ്റബിൾസ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ അവർ മാന്യന്മാരാണ്. നല്ല നല്ല ഡ്രസ്സുകൾ, ഷൂസ്, ഇതെല്ലാം നല്ല വൃത്തിയും വെടിപ്പുമായിട്ട് നല്ല നല്ല സാധനങ്ങൾ ഇവർക്ക് ചേരുന്നത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന സൂവിനും ഒരുപാട് സന്തോഷം. കാര്യങ്ങളൊക്കെ പഴയ പോലെ ആകുമെന്നൊരു പ്രതീക്ഷ. ഇപ്പുറത്ത് അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ തീരുമാനിച്ച നമ്മുടെ നാമിനും ജിക്കും ഈ യൂൺഹോ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ വലിയ സെക്യൂരിറ്റി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയൊന്നും അകത്ത് കയറാൻ പറ്റത്തില്ല. എന്തെങ്കിലും നല്ല വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ അകത്ത് കയറാൻ പറ്റൂ. അല്ലാത്ത പക്ഷെ നല്ല 8ന്റെ പണി കിട്ടും. അവരുടെ അടുത്തൊക്കെ നല്ല അഡ്വാൻസ്ഡ് വെപ്പൺസ് ഒക്കെ ഉണ്ട്. അല്ല, എന്താ നിന്റെ പ്ലാൻ? നീ പറയുന്നൊക്കെ ഞങ്ങൾ അങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങണമെന്നാണോ? ഇത് ഏതാണ് ഇവൻ എന്തറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എത്ര വയസ്സുണ്ട്? 18 വയസ്സ്. പ്രായപൂർത്തി ആയവനാ. പ്രായപൂർത്തി ചെകള് തുറന്ന് തന്നോണ്ടല്ലോ. വിട്ടെ. നിങ്ങൾ എന്താണ് ചുമ്മാ പിള്ളേരുടെ റൂട്ട്? ഇവിടെ നമ്മുടെ 3 പേരുടെയും ലക്ഷ്യം ഒന്നാണ്. അപ്പാർട്ട്മെന്റിൽ എങ്ങനെയും കടന്നേ പറ്റൂ. അതിനൊരു വഴി കണ്ടുപിടിക്കണം. അതിന് നമ്മുടെ നാം കണ്ടുപിടിക്കുന്ന പ്ലാൻ ആവട്ടെ, നേരത്തെ ഇവർ കണ്ട കൊള്ളക്കാരി ഗ്യാങ്ങില്ലേ, അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്നുള്ളതാണ്. മുമ്പ് ഇവരുടെ ഗ്രാമത്തിൽ വന്ന് ഇവർ താമസിക്കുന്നിടത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കിയ അവന്മാർ തന്നെ. എന്തുകൊണ്ടെന്നാൽ അവരുടെ പക്കൽ ഫ്രഷ് വാട്ടർ ഉണ്ടായിരുന്നു. ആ ഫ്രഷ് വാട്ടർ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് കിട്ടുന്നതെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പാർട്ട്മെന്റിലെ വെള്ളം അവരുടെ പക്കലുണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നും അവർ ഇതുകൂടെ അറിയാൻ പറ്റും. അങ്ങനെ കൊള്ളക്കാരങ്ങി അങ്ങനെ ലക്ഷ്യമാക്കി അങ്ങോട്ട് ചെല്ലുമ്പോഴോ അവിടെ അവന്മാർ 2 പക്ഷമായിട്ട് തിരിഞ്ഞ് പൊരിഞ്ഞടി ബഹളമൊക്കെയാണ്. കണ്ണിച്ചോരി ഇല്ലാത്തവന്മാരാണെന്നേ. അവന്മാർക്ക് സന്തോഷിക്കാൻ വേണ്ടി അവന്മാർ എന്തും ചെയ്യും. ആളുകളെ തമ്മിൽ തല്ലിക്കും, ആരെങ്കിലുമൊക്കെ കൊല്ലും. ഇവിടെ യാതൊരു നിയമവും ഇല്ലല്ലോ, ആരും ചോദിക്കാനും പറയാനും വരത്തില്ല. സോ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ വീക്ക് ആയിട്ടുള്ളവരെ അടിച്ച് താഴെയിട്ട് അങ്ങനെ ഇങ്ങനെ കൊല്ലുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നത് ചെയ്യുന്നു. ഇവനെയൊക്കെ നമ്മുടെ ഹീറോയുടെ വഴിക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൈ വെക്കേണ്ടി വരും. കൈ വെച്ചു, കിട്ടേണ്ടത് കിട്ടിയപ്പോൾ നമ്മുടെ ഹീറോ ഒക്കെ ആവശ്യപ്പെടുന്ന പോലെ ചെയ്യാമെന്ന് സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ വളരെ കുറച്ച് ഫൈറ്റ് സീൻസ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. ഉള്ള സാധനം ഗംഭീരമാണ്. ആക്ഷൻസ് ഒക്കെ ചുമ്മാ പീക്കാണ്. ഇവനെയൊക്കെ കൊണ്ട് ഇങ്ങനെയോട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞിട്ടും പിന്നെയും ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞോണ്ടി ചെന്നു. അവന്റെ ചൊറിച്ചിൽ അങ്ങ് തീർത്തു കൊടുത്തു. മാസ് ഇട്ട് വൻ ഡയലോഗ് അടിയായിരുന്നേ. അവന്റെ മാസ് മൊത്തം പോയി. ഇരുന്ന് വാങ്ങിയതാണ്. കുറേ സമയം ചൊറിഞ്ഞു ശരിക്കും തല്ലുകൊണ്ടു. ഇവിടെ അപ്പാർട്ട്മെന്റിലെ റൂൾ അനുസരിച്ച് കുട്ടികളൊക്കെ 8ാമത്തെ ഫ്ലോറിലാണ് ജീവിക്കേണ്ടത്. അവിടെയാണ് അവരുടെ സ്കൂളും അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ. അവരുടെ പേരൻസ് ബേസ് ഫ്ലോറിൽ കുറേ ജോലികൾ ചെയ്യാനുണ്ട്. അതായത് ഫ്രഷ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇവരും ഇവിടെ വാട്ടർ പ്യൂരിഫൈ ചെയ്തെടുക്കുവാണ്. ഉള്ള വാട്ടർ വീണ്ടും കളക്ട് ചെയ്ത് റീകളക്ട് ചെയ്ത് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള മെത്തേഡ്സ് അല്ല. കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട്, കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിലെന്തൊക്കെയോ മെഡിസിൻസ് ഒക്കെ ചേർത്ത് അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. പുതിയതായിട്ട് ഇവിടെ വന്ന ആളുകൾക്ക് ജോലിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിവരിച്ചു കൊടുത്തു. ബട്ട് ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവർക്കൊക്കെ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നില്ലേ? അവരാകെ ഒരുമാതിരി തകർന്ന് തരിപ്പണമായിരിക്കുന്ന പോലെ, ഒട്ടും ഹാപ്പി അല്ലാത്ത പോലെ. എന്താണെന്നാൽ ഇവരിങ്ങനെ പേരൻസിനെയും കുട്ടികളെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ 8ാമത്തെ ഫ്ലോറിലേക്കും ഇവരെ ബേസ് ഫ്ലോറിലേക്കും മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവർക്ക് ഇവരുടെ കുട്ടികളെ കാണാൻ പറ്റത്തില്ല. വളരെ റെയറായിട്ട് വല്ലതും കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കുട്ടികളുടെ അടുത്ത് പോകാനോ സംസാരിക്കാനോ അതിനൊന്നുള്ള ഫ്രീഡം ഇല്ല. ശരിക്കും അടിമകളെ കണക്ക് തന്നെയാണ് ഇവരെ കാണുന്നത്. ദാണ്ട് ഒരുത്തൻ ഒരു എലിയെ പിടിച്ച് ജീവനോടെ വിഴുങ്ങുന്നു. ജനറലി തന്നെ ഇവർക്ക് ഇമ്മോർട്ടൽ ആയിട്ടുള്ള പവർ കിട്ടിയതിന് ശേഷം ഇവരുടെ ആകെ മൊത്തം രീതികളെ മാറിപ്പോയി. ഇക്കൂട്ടത്തിലുള്ള എല്ലാവരും ഭയങ്കര വിയേർഡാണ്. ആൻഡ് ഇവിടെ ഓൾറെഡി ഉള്ള കുട്ടികൾ, ഇവരുടെയൊക്കെ മുഖം കണ്ടില്ലേ? എന്താണിത്, റോബോട്ട്സാ? യാതൊരു ഭാവവും ഇല്ലാതെ ഒരുമാതിരി അങ്ങ് ചത്ത പോലെ ഇരിക്കുന്നത്. കാരണം ഡോക്ടർ ഇവരിൽ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ആ പരീക്ഷണങ്ങൾ കാരണം ഫീലിംഗ്സ് ഇല്ലാത്ത ജന്തുക്കളായി മാറി ഇവര്. ലിറ്ററലി ഹ്യൂമൻ അല്ലാണ്ടായി മാറിയെന്ന് തന്നെ പറയാം. ആ തരത്തിലേക്ക് ഡോക്ടർ ഇവരെ കൺവേർട്ട് ചെയ്തെടുത്തു. ഇവരുടെയൊക്കെ ചെവിയുടെ പുറകിലായിട്ട് ഓപ്പറേറ്റ് ചെയ്തതിന്റെ മാർക്കം കാണാം. ഇതൊക്കെ നമ്മുടെ സൂ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന് സൂവിനൊരു സൂചന കിട്ടി. ആശങ്കയും കൂടി. തന്റെ മുത്തശ്ശി എവിടെയാണ്? ഇതുവരെ മുത്തശ്ശിയെ കാണാൻ പറ്റിയില്ലല്ലോ. ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ മുത്തശ്ശിയെ പറ്റി മാത്രം
മാത്രം ചിന്തിക്കുന്ന നമ്മുടെ സൂ ആവട്ടെ മുത്തശ്ശിയുടെ പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. സൂ, എവിടാ നിന്റെ ശ്രദ്ധ? എന്താ ചെയ്യുന്നേ? അത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാ പുറത്തുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ വെള്ളം കൊടുക്കാതെ? എന്താ സൂ ഇത്? നിനക്കറിയാവുന്ന കാര്യമല്ലേ, പുറത്തുള്ള ആളുകളൊന്നും അത്ര നല്ലവരല്ല, അവർ നമ്മളെ ആക്രമിച്ചേക്കും. ഈ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് പുതിയ ഹ്യൂമാനിറ്റിയുടെ തുടക്കം. ഡോക്ടർ എന്താണോ പറയുന്നത് അത് അക്ഷരം തെറ്റാതെ നമ്മളെല്ലാവരും അനുസരിച്ചിരിക്കണം, മനസ്സിലായോ? ദെൻ ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം എല്ലാം എത്തിച്ചു കൊടുക്കുന്നു. ഡോക്ടർ ക്ലാസ്സിൽ വന്ന് കുട്ടികളോട് സംസാരിക്കുന്നു. മുമ്പ് പറഞ്ഞ പോലെയൊക്കെ തന്നെ വേറും ഡയലോഗ് അടി. എന്നിട്ട് ഈ കൂട്ടത്തിലുള്ള നമ്മുടെ ലീയോട് പ്രത്യേകം സ്നേഹത്തിൽ പുള്ളി സംസാരിക്കുന്നുണ്ട്. ബിക്കോസ് ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ലീക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഡോക്ടർ ചെയ്യുന്ന റിസർച്ചിന് തന്റെ 100% താൻ കൊടുക്കുമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞു. ഇങ്ങനെ ഇവരെയൊക്കെ കൊല്ലാകൊല ചെയ്യുവാണെന്ന് അവൾക്ക് അറിയത്തില്ലല്ലോ. ഇവൾ ഒടുക്കത്തെ എക്സൈറ്റഡിലാണ്. ഡോക്ടറിന്റെ എക്സ്പെരിമെന്റിന്റെ ഭാഗമാകാൻ പറ്റുന്നതൊക്കെ വലിയ ഭാഗ്യമാണെന്നുള്ള ചിന്തയിലാണ്. നമ്മുടെ സൂര്യൻ ഡോക്ടറിനോട് ചോദിക്കാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇവളുടെ മുത്തശ്ശി എവിടെ? മുത്തശ്ശി വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഉടൻ ടീച്ചർ അടുത്ത നമ്പർ ഇട്ടു. അത് പിന്നെ സൂ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് സീരിയസ് ആണ് നിന്റെ മുത്തശ്ശിയുടെ കണ്ടീഷൻ. ഫിസിക്കലി അവർ അത്ര ഓക്കെ അല്ല, അവർക്ക് ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടേ. ഉടനെ ഡോക്ടർ, എന്നേരെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നിന്റെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഞാനാണ് പേഴ്സണലി നോക്കുന്നത്. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മോളുടെ മുത്തശ്ശി സേഫ് ആണ്, ഞാനല്ലേ പറയുന്നേ. ദാ ഇപ്പൊ ഫുഡ് കഴിച്ചേ, വെള്ളം കുടിക്കേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടർ മാറിപ്പോയി. സ്റ്റിൽ ഇവരെ ഒന്നും വിശ്വസിക്കാൻ തോന്നാതെ നമ്മുടെ ഹീറോയിൻ ആവട്ടെ അവർ കൊടുത്ത വെള്ളം കുടിക്കാനും തയ്യാറാവുന്നില്ല. ഈ വെള്ളത്തിൽ എന്തോ പ്രത്യേക ടൈപ്പ് ഓഫ് മരുന്ന് അവർ ചേർക്കുന്നുണ്ട്, ഉറപ്പാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയധികം നിർബന്ധിക്കുന്നത്. ദെൻ നമ്മുടെ ലീയുടെ പേരൻസിന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അവരുടെ മകളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. യുവമാര് സമ്മതിക്കുന്നില്ല. അങ്ങനെയൊന്നും പിള്ളേരെ കാണാൻ പറ്റത്തില്ലെന്ന്. ഇവരുടെ പണി എന്താണ്? ഇവിടുത്തെ ജോലി ചെയ്യുക, ജോലി കഴിഞ്ഞെങ്കിൽ പോയി വിശ്രമിക്കുക, അല്ലാണ്ട് മക്കളെ കാണാനൊന്നും ഇവിടെ അനുവാദമില്ല. പേരൻസിന് ദേഷ്യം വരൂലേ? അല്ല പിന്നെ സ്വന്തം മക്കളെ കാണാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ പേരൻസ് ദേഷ്യപ്പെടുന്നു. ഇവിടുത്തെ ഈ ബഹളമൊക്കെ കേട്ട് ഡോക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ അവിടെ ഉള്ള ആരും കാണാതെ ഒളിച്ചും പാത്തും ഡോക്ടറിന്റെ മുറിയിൽ കയറാൻ ചെല്ലുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണമല്ലോ. പോണ വഴി ചെറുതായിട്ടൊന്ന് ശബ്ദം ഉണ്ടാക്കി. കറക്റ്റായിട്ട് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. പെട്ടൂന്ന് നമ്മൾ വിചാരിക്കും, ബട്ട് പെട്ടില്ല. ദാ നോക്ക്, ഇല്ലാത്ത ബലം ഉപയോഗിച്ച് അവിടെ തൂങ്ങി കിടക്കുന്ന കണ്ടില്ലേ? ഭാഗ്യം ഡോക്ടർ ഇവിടെ കണ്ടില്ല. പുള്ളിക്കാരൻ നേരെ ലീയുടെ പേരൻസിന്റെ അടുത്ത് ചെന്നു. പുള്ളി ആദ്യം ഇവരെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ലീയെ കണ്ടേ പറ്റൂന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ കൂൾ നമുക്ക് എല്ലാ കാര്യവും ഓക്കെ ആക്കാം, ലീയെ മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഡോക്ടറിന്റെ ലാബിനകത്ത് കയറി നമ്മുടെ ഹീറോയിൻ അവിടെയുള്ള അദ്ദേഹത്തിന്റെ ഡയറി എടുത്ത് നോക്കിയപ്പോഴാവട്ടെ അദ്ദേഹം കൊച്ചു കുട്ടികളിൽ ചെയ്തിരിക്കുന്ന പരീക്ഷണങ്ങളെ പറ്റിയൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. വെറും 10 വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ പോലും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ പരീക്ഷണം നടത്തി പിള്ളേരെ കൊന്നു കളഞ്ഞു. ആ പിള്ളേരൊന്നും സർവൈവ് ചെയ്തില്ല. ഇതൊക്കെ കൂട്ടി വായിച്ചപ്പോൾ എന്തിനാണ് ഇവർ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലായി. ആ ഡോക്ടറിനും അങ്ങേരുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ നിരന്തരമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഇമ്മോർട്ടലായിട്ട് അങ്ങനെ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ യൂസ് ചെയ്യണം. താണ്ടെ നമ്മുടെ ലീയല്ലേ ആ കിടത്തിയിരിക്കുന്നേ. അടുത്തതായിട്ട് അങ്ങേര് ഇങ്ങനെ പരീക്ഷണം ചെയ്യാൻ പോകുന്ന ലീയിലാണ്. ലീയുടെ ബോഡിയിൽ എന്തൊക്കെയോ എക്യുപ്മെന്റ്സ് ഘടിപ്പിച്ച് അവളെ അൺകോൺഷ്യസ് ആക്കിയിട്ടിരിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഡോക്ടർ ലീയുടെ പേരൻസിനെയും വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുന്നുണ്ട്. തങ്ങളുടെ മകളുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ പേരൻസ് ഒരുമാതിരി അങ്ങായി പോയി. മകൾക്ക് എന്താണ് പറ്റിയെന്നുള്ള ആശങ്കയിൽ അവർ ഓടിച്ചെന്ന് കൊച്ചിന്റെ ബോഡിയിൽ പിടിച്ചതും അവളുടെ ബോഡി ഒരുമാതിരി വല്ലാണ്ട് അങ്ങ് റിയാക്ട് ചെയ്യുന്നു. ഓൾറെഡി അവളുടെ ശരീരത്ത് കുറെ എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇവരിപ്പോൾ ഓടിച്ചെന്ന് പിടിച്ചതും ബോഡി വല്ലാണ്ട് റിയാക്ട് ആയി നമ്മുടെ ലീ അങ്ങനെ മരണപ്പെടുന്നു. ഇങ്ങനെ ഒരുമാതിരി അവസ്ഥയിലായി നിൽക്കുന്ന ലീയുടെ പേരൻസിന് ഡോക്ടർ അങ്ങേരുടെ മകളെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, തല മുതൽ ഹാർട്ടുള്ള ആ ഭാഗം വരെ ഉണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് ആ വലിയ ഭൂചലനം ഉണ്ടായപ്പോഴേ കെട്ടിടമെല്ലാം കൂടി ഇടിഞ്ഞു വീണപ്പോൾ ഇങ്ങേരുടെ മകളുടെ ബോഡി പകുതി വെച്ച് കീറിപ്പോയി. എന്നിട്ടും ഇങ്ങേരുടെ മരുന്ന് കൊണ്ട് അവളുടെ ഹൃദയം പ്രവർത്തിക്കുന്ന രീതിയിലാക്കാൻ ഇങ്ങർക്ക് സാധിച്ചു. ഇപ്പോൾ ഡോക്ടറിന്റെ ലക്ഷ്യമോ തന്റെ മകളുടെ ബോഡി പഴയ പോലെ വീണ്ടും റീജനറേറ്റ് ആയി വരണം. അവളുടെ സെൽസ് റീജനറേറ്റ് ആയി വീണ്ടും അവൾ പഴയ രൂപത്തിലാവണം. അതിനുവേണ്ടി ഒരുപാട് കുട്ടികളെ ഡോക്ടറിന് ആവശ്യമുണ്ട്. ഈ കുട്ടികളെല്ലാം യൂസ് ചെയ്ത് തന്റെ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അങ്ങേരുടെ ഉദ്ദേശം. ഇത്രയും പറഞ്ഞിട്ട് ലീയുടെ പേരൻസിനെയും ഡോക്ടർ കൊന്നുകളഞ്ഞു. ഇതൊക്കെ നമ്മുടെ സൂവും കാണുന്നുണ്ട്. ഒരു തരി പോലും ശബ്ദം ഉണ്ടാക്കാതെ ആ ലാബിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഡോക്ടർ അവളെ കണ്ടില്ലെന്ന് വിചാരിച്ചു. എന്നാൽ ഡോക്ടർ അവളെ കണ്ടിരുന്നു. ലീ മരിച്ചു പോയതുകൊണ്ട് ഇനി ഒരാളെ ഓപ്പറേറ്റ് ചെയ്യണം. കഷ്ടകാലത്തിനാണ് നമ്മുടെ ഹീറോയിനാണ്. ഇവിടെയുള്ള എല്ലാവർക്കും ഇവർ കുടിക്കാൻ ക്ലീൻ വാട്ടർ കൊടുക്കാറുണ്ടല്ലോ, അതിലവരൊരു പ്രത്യേക മരുന്ന് കലർത്തുന്നുണ്ട്. ആ മരുന്നാവട്ടെ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ബോഡിയിൽ ചെറിയ ചില ചേഞ്ചസ് കൊണ്ടുവരും. അത്തരത്തിൽ ചേഞ്ച് വന്ന കുട്ടികളുടെ ബോഡിയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ഗ്ലാൻസ് പുറത്തെടുത്ത് ഡോക്ടറും അങ്ങേരുടെ കൂടെയുള്ള ആളുകളൊക്കെ ഇമ്മോർട്ടലായിട്ട് ജീവിച്ചു പോകുന്നു. ഇപ്പൊ നമ്മുടെ സൂവിലും ഇതേ കാര്യമാണ് ഡോക്ടർ ചെയ്യുന്നത്. ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ ബോഡിയിൽ നിന്ന് പുറത്തെടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ നാം, ജി, അവരുടെ കൂടെയുള്ള യൂൺഹോ, ദെൻ ആ കൊള്ളക്കാരൻ ഗ്യാങ്ങിലെ ഒരുത്തൻ, ഇവരെല്ലാം കൂടെ അപ്പാർട്ട്മെന്റ് അവിടെ എത്തി. അവിടുത്തെ സെക്യൂരിറ്റീസ് ഒന്ന് ചെക്ക് ചെയ്യുന്നു. സെക്യൂരിറ്റീസിന് എന്തോ സംശയം തോന്നി. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, അടി തുടങ്ങേണ്ട സമയമായി. അവർ വന്ന വാഹനം അപ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറ്റി. വെപ്പൺസുമായി വരുന്ന സോൾജേഴ്സിനൊക്കെ അടിച്ച് നിലംപരിശാക്കി അവരുടെ ആയുധങ്ങളും എടുത്ത് അപ്പാർട്ട്മെന്റിന് മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. കൂടുതൽ സോൾജേഴ്സ് സംഭവം അറിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അവരാദ്യം വിചാരിച്ചത് ആ കൊള്ളക്കാരൻ ഗ്യാങ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊടുക്കാറുണ്ട്. അതിന് പകരമായിട്ടാണ് ഈ അപ്പാർട്ട്മെന്റിലുള്ളവർ അവർക്ക് വെള്ളം കൊടുക്കുന്നത്. ഇപ്പോഴും ആ ഗ്യാങ്ങിലുള്ള ആളുകൾ കൂടുതൽ കുട്ടികളെയും കൊണ്ട് വന്നതായിരിക്കും എന്നാണ് കരുതിയത്. എന്നാൽ അടി ഇടി വെടി പോകാമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സംഭവം അതല്ലെന്ന് മനസ്സിലായി. കൂടുതൽ സോൾജേഴ്സ് താഴേക്ക് ഇറങ്ങി വരുന്നു. നാമനും ജിക്കും യൂൺഹോയ്ക്കും ഒക്കെ വെപ്പൺസ് കുറവാണെങ്കിലും അവർ ഒരു വിധത്തിൽ അവരെയൊക്കെ സർവൈവ് ചെയ്തും തല്ലി തകർത്ത് മുന്നോട്ട് കയറി പോവുകയാണ്. ഇവിടുത്തെ സോൾജേഴ്സിനെയൊക്കെ തടഞ്ഞു നിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, കറക്റ്റ് അവരുടെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്യുക. എങ്കിലും മാത്രമേ ഇവരോട് ചാവൂ. അങ്ങനത്തെ ജന്മങ്ങളാണ്. പിന്നെ വേറെ എന്ത് ചിന്തിക്കാൻ, ഷോട്ട് ഗൺ എടുത്ത് കറക്റ്റ് തലക്കിട്ട് തന്നെ കീച്ചും. ഇവിടെ സോൾജേഴ്സ് മാത്രമല്ല പ്രശ്നം, മുൻ സോൾജേഴ്സിനൊക്കെ ഇവരുടെ മാതിരി സോംബിയെ കണക്കാക്കിയിട്ടുണ്ട്. ഓരോരോ എക്സ്പെരിമെന്റ് നടത്തി ഇവരെയൊക്കെ ഈ കോലത്തിലാക്കി. ഒറ്റ ഒരെണ്ണത്തിന് സ്വബോധമില്ല. കൺമുന്നിൽ ആരെ കാണുന്നു അവരെ അറ്റാക്ക് ചെയ്യുക. തനി സോംബീസ്. ഇവരോട് പിടിച്ചിരിക്കാൻ നമ്മുടെ നാമൻ ജീവൻ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. 1 2 അല്ല, കെട്ടുകണക്കിനുണ്ട്. എല്ലാവരും ഭയങ്കര വേഗത്തിൽ ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാലും ഒരു വിധത്തിൽ അമര സ്കില്ലൊക്കെ യൂസ് ചെയ്ത് വെടി വെച്ചും അടിച്ചും തകർത്ത് ഒറ്റ ഒരെണ്ണത്തെ പോലും ബാക്കി വെക്കാതെ എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കി.
ഇല്ലാണ്ടാക്കി ആ സെക്ഷനിൽ നിന്ന് മുകളിലേക്ക് കയറി പോകുന്നു. ഒരല്പം കൂടെ പ്രോഗ്രസ് ആയപ്പോഴേക്കും ഗൺസിലുള്ള ബുള്ളറ്റ് എല്ലാം തീർന്നു. ഗണ്ണ് പോയാൽ എന്ത്, നമ്മുടെ കത്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കത്തി എടുക്കാൻ നോക്കുമ്പോൾ അണ്ണൻ്റെ മസിൽ വെട്ടിപ്പിടിച്ച കാരണം കത്തി എടുക്കാൻ പറ്റുന്നില്ല. പുല്ല് മസിൽ കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ, ഇതെന്തിരി ചെയ്യും ഇത്. ഈ മോഹൻലാലൊക്കെ ഇതെങ്ങനെ എന്തോ കാണിക്കുന്നു. ഒരു വിധത്തിൽ മൊത്തത്തിൽ അഴിച്ച് വലിച്ചൂരിയെടുത്തു. പിന്നെ വെട്ടു തുടങ്ങി. കറക്റ്റ് തലക്കിട്ട് തന്നെ വെട്ടും. ആ ഒരു ഫൈറ്റിൽ കയ്യിലുള്ള കത്തി ഒടിഞ്ഞു പോയി. എന്നാലും പ്രശ്നമില്ല, ഇവനെ അറ്റാക്ക് ചെയ്യാൻ വന്ന സോൾജേഴ്സിൽ ഒരാളെ ഗണ്ണ് പിടിച്ചു വാങ്ങാൻ പറ്റിയിരുന്നു. അങ്ങനെ എതിരെ വന്ന എല്ലാ എണ്ണത്തെയും ടക്ക് ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തി അണ്ണം മുന്നോട്ട്. ഓൾറെഡി മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറിപ്പോയ നമ്മുടെ യൂൺഹോ അവിടെ വെച്ച് ജനറലുമായിട്ട് ഫൈറ്റിലാവുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ ഇവളോട് തീർത്താ തീരാത്ത വാശിയുണ്ട്. അങ്ങേറെ ടീമിന്റെ ഭാഗമായിരുന്നിട്ടും അവരെയൊക്കെ ചതിച്ച് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടതല്ലേ, ഇവളെ ഭാഗവരുത്തണം. അവന്റെ കൈ കൊണ്ട് തന്നെ ഇവളെ കൊല്ലണം എന്നുള്ള വാശിയിലാണ് അങ്ങേര്. ഇവിടെ നമ്മുടെ നാമിനാവട്ടെ പടി കയറാൻ പോലും മേല. ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തതല്ലേ. കയറി ചെല്ലുമ്പോൾ ഒരു ഗണ്ണ് കിട്ടി, എന്നാൽ അതിനകത്ത് ബുള്ളറ്റ് ഇല്ല. ബുള്ളറ്റില്ലാത്ത ഇതും കൊണ്ട് എന്ത് ചെയ്യാൻ? എന്നാൽ നമ്മുടെ നാമാവട്ടെ ഒരു ഊന്നുവടി പോലെ ഗണ്ണ് യൂസ് ചെയ്ത് ഗണ്ണ് ഇങ്ങനെ പിടിച്ച് കയറി പോകുന്നു. പന്ന തെണ്ടികൾ. ഇവിടെ കാണാൻ ഒരു ലിഫ്റ്റ് വെച്ചുകൂടെ? കൊല്ലാൻ വരുന്നവനാണെങ്കിൽ ഇങ്ങനെ പണി എടുപ്പിക്കണോ? യൂൺഹോ ആവട്ടെ കത്തിയെടുത്ത് കറക്റ്റ് ജനറലിന്റെ കണ്ണിൽ കുത്തി. സ്റ്റിൽ അങ്ങേർക്ക് ഒരു പ്രശ്നമില്ല. അങ്ങേര് മുഖത്തുണ്ടായിരുന്ന ബാക്കി തൊലിയും കൂടെ വലിച്ചുരിഞ്ഞ് കളഞ്ഞിട്ട് ഇവളോട് ഫൈറ്റ് ചെയ്യുന്നു. ജനറൽ ഒടുക്കത്തെ വാശിയിലായിരുന്നു. യൂൺഹോയെ 2 തവണ കത്തി ഉപയോഗിച്ച് കുത്തുന്നുണ്ട്. ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് 2ാമത്തെ ഫ്ലോറിൽ നിന്ന് എടുത്ത് താഴെ ഇടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പയ്യൻ ജി ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിൽ ചെന്ന് കയറി അവിടെ ഉണ്ടായിരുന്ന സോൾജിയറിനെ വകവരുത്തി. ടീച്ചർ പേടിച്ച് ബെഞ്ചിനടി കയറാൻ തുടങ്ങിയപ്പോൾ അവൻ ആ പുള്ളിക്കാരിയെ പിടിച്ചിറക്കി. സൂ എവിടെ? സൂ ഉള്ള സ്ഥലത്തേക്ക് ഇവനെ കൊണ്ടുചെല്ലാൻ ആവശ്യപ്പെടുന്നു. ഈ പുള്ളിക്കാരനെ കൊണ്ട് പോകുമ്പോൾ ജനറൽ ഇവരുടെ മുന്നിൽ വരുന്നുണ്ട്. അനങ്ങി പോരുത്, മുന്നോട്ട് വന്നാൽ ഞാൻ ഇവളെ കൊന്നുകളയും. ഓ, നീ അവളെ കൊന്നോ? അല്ലെങ്കിൽ അവൾ അധികകാലമൊന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. ഇന്നലെ നമ്മുടെ നാം അങ്ങോട്ട് കയറി വന്ന് ഡോ സോൾജിയർ, ഇവിടുത്തെ ലിഫ്റ്റ് വർക്ക് ചെയ്യത്തില്ലേ? വലിയ കഷ്ടാട്ടോ. മനുഷ്യൻ രൂപാടെടുത്ത് അവിടെ ഇവിടെ വരെ കയറി വരാൻ എന്തൊരു മെനക്കേടാ. മോനെ ജി, നീ ഇവിടെ ഉണ്ടായിരുന്നു. നീ അവളെ കൊണ്ട് പോക്കോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ജനറലും നാമും തമ്മിൽ അടി തുടങ്ങി. ജി ടീച്ചറിനെയും കൊണ്ട് നേരെ ലബോറട്ടറിയിലേക്ക്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോയിന്റെ ബോഡിയിൽ നിന്ന് ഗ്ലാൻസ് എടുത്ത ഡോക്ടർ ആവട്ടെ അത് അങ്ങേരുടെ ബോഡിയിൽ തന്നെ കുത്തിവെച്ചു ഒരു 20 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ ഒരുമാതിരി ഭയങ്കര അബ്നോർമൽ ആയിട്ട് പെരുമാറുന്നു. പുള്ളിക്ക് ആകെ മൊത്തം തല ചുറ്റണ പോലെ. കാര്യം എന്താണെന്നോ, നമ്മുടെ സൂ ഇതേവരെ ഇവർ കൊടുത്ത വെള്ളം കുടിച്ചിട്ടില്ല. ആ വെള്ളത്തിലുള്ള മരുന്ന് ഇവളുടെ ബോഡിയിൽ എത്തിയിട്ടില്ല. ഒടുക്കം പണിപാളി. ഇത്രയും നാൾ പരീക്ഷണം ചെയ്ത് അവസാനം ഡോക്ടർ വടിയാവുന്ന ലക്ഷണമാണ്. കറക്റ്റ് അപ്പോഴേക്കും നമ്മുടെ ജി ടീച്ചറിനെയും കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നു. അവനെ കണ്ട ഡോക്ടർ നമ്മുടെ ഹീറോയിന്റെ കഴുത്തിന് നേരെ കത്തിയൊക്കെ വെച്ച് അനങ്ങി പോരുത്, ഒരടി വെച്ചാൽ ഇവളെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും ഇവിടെയുള്ള ഒരു ലേഡി സോൾജിയർ ജിയുടെ പുറകിലൂടെ വന്ന് അവനെ അടിച്ച് താഴെയിട്ടു. ആ ഗ്യാപ്പിൽ ഡോക്ടർ അദ്ദേഹത്തിന്റെ മകളുടെ ബോഡി ഒരു സ്യൂട്ട് കേസിനകത്താക്കി മകളെയും കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു. അപ്പുറത്ത് നമ്മുടെ നാം ജനറലുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരവസരം കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ ജനറലിന്റെ തല പിടിച്ച് അവിടുത്തെ ജനലിന്റെ പൊട്ടിയ കണ്ണാടി ചില്ലും കുത്തിക്കയറ്റി. ഇവറ്റകളൊക്കെ തീർക്കണമെങ്കിൽ കറക്റ്റ് തല ലക്ഷ്യമാക്കി ആക്രമിക്കുക, അത് മാത്രമേ ഉള്ളൂ വഴി. കിട്ടിയ വാക്ക് നമ്മുടെ നാം യൂസ് ചെയ്ത് അവന്റെ തലയും ഉടലും രണ്ടാക്കി. അങ്ങനെ അവനെയും തീർത്തു. മുകളിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഡോക്ടറിനെ ലക്ഷ്യമാക്കി നമ്മുടെ ജി ഫയർ ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് കൊണ്ടത് ടീച്ചർക്കും. ടീച്ചറെ അവിടെ ഇട്ടിട്ട് തന്റെ മകളെയും കൊണ്ട് ഓടിപ്പോകാൻ ശ്രമിക്കുന്ന നമ്മുടെ ഡോക്ടറിനോട് ടീച്ചർ തന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നുണ്ട്. എന്നാൽ അങ്ങേരാവട്ടെ ഒരു ഗ്രനേഡ് ഓപ്പൺ ചെയ്ത് ടീച്ചറിന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് അവിടെ ഓടി മാറിപ്പോയി. വെറും അന്ധമായി ഇങ്ങനെ വിശ്വസിച്ചിരുന്നതാണ്. ഇപ്പൊ പൊട്ടിത്തെറിച്ച് മരിക്കാനായിരുന്നു വിധി. അപ്പോഴേക്കും ഇവിടെ ഇവർ പിടിച്ചു വെച്ചിരുന്ന കുട്ടികളൊക്കെ അവരവരുടെ പേരൻസിന്റെ അടുത്ത് എത്തുന്നുണ്ട്. ഈ പിള്ളേരൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഇവരിൽ കുറേയധികം പരീക്ഷണങ്ങൾ നടത്തി ഇവർക്കൊന്നും ഒരു ബോധമില്ലാത്ത രീതിയിൽ, ഒരുമാതിരി ഒട്ടും ഇമോഷൻ ഇല്ലാത്ത രീതിയിൽ വെറും റോബോട്ട്സിനെ കണക്കാക്കി കളഞ്ഞ അങ്ങേര്. തങ്ങളുടെ മക്കളെ ഈ അവസ്ഥയിലാക്കിയ ഡോക്ടർ പുറത്തിറങ്ങി വരുമ്പോൾ പേരൻസ് അങ്ങേരെ പിടിച്ച് തല്ലി താഴെയിട്ട് നല്ല ചവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നാമും ജിയും സൂവിനെയും കൊണ്ട് പുറത്തു വരുന്നു. 2 തവണ കുത്തേറ്റിരുന്നെങ്കിലും നമ്മുടെ യൂൺഹോയും എഴുന്നേറ്റ് വരുന്നുണ്ട്. മുറ്റത്തിട്ട് പേരൻസ് എല്ലാം കൂടെ ചവിട്ടി കൂട്ടുന്ന ഡോക്ടറിന്റെ മുഖം ഒരുമാതിരി വല്ലാത്ത വിയേർഡായിട്ടുള്ള കോലത്തിലെത്തുന്നുണ്ട്. ഇവർ കൊടുത്ത വെള്ളം കുടിക്കാത്ത നമ്മുടെ സൂവിന്റെ ബോഡിയിൽ നിന്ന് എടുത്ത ഗ്ലാൻസ് കുത്തിവെച്ചതിന്റെ റിയാക്ഷനാണ്. ഇങ്ങനെ മുഖം ഇങ്ങനെ വിയേർഡായിട്ട് മാറുന്നത് കൊണ്ട് പേരൻസ് ഒക്കെ അവിടെ നിന്ന് മാറിയതും കിട്ടിയ ഗ്യാപ്പിന് അവിടെ കിടന്ന ഗണ്ണെടുത്ത് പേരൻസിന് നേരെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. ചുറ്റുപാടും ആളുണ്ടായിരുന്നേ, കറങ്ങി തിരിഞ്ഞങ്ങ് ഷൂട്ട് ചെയ്തു. കുറേയധികം ആളുകൾ അവിടെ മരിച്ചു വീഴുന്നുണ്ട്. കുറച്ച് പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്. ആൻഡ് ഇങ്ങരുടെ മകളെ വെച്ചിരുന്ന സ്യൂട്ട് കേസിലും ബുള്ളറ്റ് കൊണ്ടിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ ഇത്രയും നാൾ മരിച്ചുപോയ തന്റെ മകളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഇങ്ങേര് തന്നെ ഒടുക്കം ബാക്കിയുള്ള അവളുടെ ബോഡിയിൽ ബുള്ളറ്റ് ഇറക്കി. അതോടെ എല്ലാം അവസാനിക്കുവാണ്. ഇങ്ങരുടെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അറ്റ് ലാസ്റ്റ് ഈ ഭ്രാന്തന്റെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഹീറോ ഇങ്ങേരെ വകവരുത്തി. ഇതിനൊക്കെ സർവൈവ് ചെയ്യാൻ സാധിച്ചവർ അവരുടെ വേണ്ടപ്പെട്ടവരുമായി ഒന്നുചേരുന്നു. ഒടുക്കം എല്ലാം ശുഭമായിട്ട് അവസാനിച്ചു. വരാൻ പോകുന്നത് നല്ല നാളുകളാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മഴയും പെയ്യുന്നുണ്ട്. ഭൂമികുലുക്കം ഉണ്ടായതിനു ശേഷം ഇത്രയും വർഷങ്ങളായിട്ട് മഴ പെയ്തിട്ടില്ല. വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരുപക്ഷെ ഇതൊരു പുതിയ തുടക്കമായിരിക്കും. ഇവരുടെ ജീവിതം ഇവിടുന്ന് ബെറ്റർ ആകുമായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു മഴ ഉണ്ടായപ്പോൾ അത് പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ഇവരെല്ലാം കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. 1-2 എക്സ്ട്രാ സീനുകളിലൂടെയുണ്ട്. നമ്മുടെ നാമും ജിയും ഒക്കെ തിരിച്ച് അവരുടെ നാട്ടിൽ പോയി സൂവിന്റെ മുത്തശ്ശിയെ ഇവർ അടക്കം ചെയ്ത സ്ഥലമൊക്കെ അവളെ കൊണ്ട് കാണിക്കുന്നുണ്ട്. വീണ്ടും കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെയായി. നമ്മുടെ ഹീറോസ് 2 പേരും എവിടെയെങ്കിലും പോയി മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടുവരും. ഇവിടെയുള്ള ആളുകൾ എന്തെങ്കിലും സാധനം ഇവർക്ക് കൊടുത്ത് അവർക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങും. ഇപ്പോഴും നമ്മുടെ നാമിന്റെ പുറകെ മറ്റേ പുള്ളിക്കാരി ഉണ്ട് കേട്ടോ, ആ ജ്വല്ലറി. ഇത്തവണ കുപ്പിയൊക്കെ കാണിച്ച് നമുക്ക് ഒന്നായേക്കാവുന്നുള്ള പ്ലാനിലാണ്. എന്റെ പൊന്നണ കടലിൽ ചാടി ചത്താലും അങ്ങോട്ട് വരത്തില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും.
എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലൈക്സ് ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തീരെ കുറവാണ് ഗൈസ്. ചുമ്മാ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓൾസോ എൻഗേജ്മെന്റ് കൂട്ടാൻ മറക്കല്ലേ. മാക്സിമം കമന്റ് ഇടണേ. എന്തെങ്കിലുമൊക്കെ ഇമോജീസ് കമന്റ് ഇട്ടിട്ട് പോകും. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യങ്ങളൊക്കെ ഒറ്റ കമന്റ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് റിപ്ലൈ തരാനും എളുപ്പമായിരിക്കും. അതിനോ നിങ്ങൾ കുറേ അധികം സിനിമകൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ എല്ലാം ലിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ചില സിനിമകളുടെയൊക്കെ ഫയൽ നമുക്ക് കിട്ടാനില്ല. അറിയാലോ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ. നമുക്ക് ഈ കഥ മാത്രം അങ്ങ് പറഞ്ഞാൽ ശരിയാവത്തില്ലോ. ഐ മീൻ വിഷ്വൽസ് വേണ്ടേ. വിഷ്വൽസ് വേണമെങ്കിൽ ആ ഫയൽ കിട്ടണ്ടേ. ഫയൽ കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് സിനിമ മിസ്സായി പോകുന്നുണ്ട്. പിന്നെ ചില സിനിമകളൊക്കെ ഇന്ത്യയിൽ സ്ട്രീം ചെയ്യുന്നില്ല. അമ്മാതിരി സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇൻ കേസ് ഫയൽ കിട്ടിയില്ലെങ്കിൽ തേർഡ് പാർട്ടി സൈറ്റിലൊക്കെ പോയി ഡൗൺലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല റിസ്ക് പിടിച്ച പരിപാടിയാണ്. ആ ഫയലിൽ വല്ല ട്രോജൻ വൈറസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും. അങ്ങനെയുള്ള കുറേ അധികം ഇഷ്യൂസ് ഉണ്ട്. എന്തായാലും പരമാവധി സിനിമകൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. സീരീസുകളും വരുന്നുണ്ടാവും. സോ എല്ലാത്തിനും എനിക്ക് വേണ്ടത് സപ്പോർട്ടാണ്. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്, കൂടുതൽ ലൈക്കുകൾ, മാക്സിമം എൻഗേജ്മെന്റ്സ്, മാക്സിമം കമന്റ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇതിനൊക്കെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സമയം മാത്രമാണ്. ടൈം ഉള്ളപ്പോൾ മതി. ടൈം ഉള്ളപ്പോൾ സൗകര്യം പോലെ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.